റീക്രിയേഷൻ എപ്പോഴും വാർത്ത ആകാറുണ്ട്. എന്നാൽ ഒരു സിനിമ തന്നെ റീക്രിയേറ്റ് ചെയ്താലോ? മലയാളത്തിലെ ഹിറ്റ് സിനിമ മാളികപ്പുറം സിനിമയാണ് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് റീക്രിയേറ്റ് ചെയ്തത്. സംവിധായകന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി പുനർനിർമ്മിച്ച സിനിമ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. എനിക്ക് അയ്യപ്പനെ കാണണം. കാണാലോ? അപ്പുമ്മങ്കാവിലെ അയ്യപ്പനെ കണ്ടാ പോരെ? എനിക്ക് ശബരിമലയിലെ അയ്യപ്പനെ കാണണം. കല്ലു, ഞാൻ കൊണ്ടോട്ടെ നിന്നെ ശബരിമലക്ക്? കല്ലു വാ. ശരി, ഉണ്ണീട്ടം പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോവാനാ? ഉണ്ണീട്ടം പേടിക്കണ്ട, എല്ലാ അയ്യപ്പൻ നോക്കിക്കോളും. അയ്യപ്പ നങ്ങേലിപ്പൂവേ കുന്നോളം മേലെ ഒന്നായി പൂവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേരവേ തണലായി ഞാനരികെ, നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പൂവണ്ടേ, ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനിൽ. എൻ്റെ പേര് വിസ്മയ. ഞാൻ മാളികപ്പുറം റീക്രിയേഷനിലെ ദേവനന്ദ എന്ന കല്ലു എന്ന കഥാപാത്രത്തിലാണ് അഭിനയിച്ചത്. ഞങ്ങൾ വെക്കേഷന് ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാൻ ഇട്ടതാണ് മാളികപ്പുറം റീക്രിയേഷൻ ചെയ്യണമെന്ന്. എനിക്ക് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് റീച്ചിനൊക്കെ വേണ്ടി ഞങ്ങളങ്ങനെ ചെയ്യാനായി തീരുമാനിച്ചു. അപ്പോൾ അതിന് ഒരു ഐഡിയ ഇട്ടതും ഞങ്ങളെ കൂടെ ഒന്ന് സഹായിച്ചതും അഖിൽ ചേട്ടനായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു തമാശ രൂപത്തിലായിരുന്നു ഇത് ഷൂട്ടൊക്കെ ചെയ്തത്. തട്ടിക്കൂട്ടി പെട്ടെന്നായിരുന്നു എല്ലാം. ഇന്നും എന്നെ പേടിപ്പിച്ചു. ഞാൻ പാവല്ലേ? ഒന്നും കൂടെ അയ്യപ്പൻ. അഭിലാഷ് പിള്ള സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് ഞങ്ങളെ വീണ്ടും ഇത് റീക്രിയേഷനിലൂടെ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ബസ്സിലെ സീനിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിവാക്കാമെന്ന് ജയിൽസായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് പറഞ്ഞത് നിങ്ങൾ എന്തായാലും ഇറങ്ങി നല്ല രീതിയിൽ ചെയ്യണമെന്ന്. അപ്പോൾ മാളികപ്പുറത്തിൻ്റെ സിനിമയുടെ ടീമിന് ആദ്യമായിട്ട് തന്നെ നന്ദി പറയുന്നു. എൻ്റെ കുട്ടികളാണ് 3 പമ്പ ഒന്നല്ലേ എടാ, അത് കാണിക്ക കാസാ പോക്കറ്റില് പോയി. പേരെന്താ? കല്യാണി. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. നമുക്ക് അവിടെ ഇരിക്കാം. ഇത്രത്തോളം എത്തുമെന്നൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത് കൂടെ സഹായിച്ച അഖിൽ ചേട്ടൻ, പിന്നെ റാസി ചേട്ടൻ, പിന്നെ രഞ്ജിത്ത് ചേട്ടൻ, ഇവരെ കുറേ പേരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ നന്ദി പറയാണ്. വരുന്നോ ശബരിമലക്ക്? വേണ്ട. സംഭവം തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും മാളികപ്പുറം റീക്രിയേഷൻ വൈറലായിട്ടുണ്ട്. അടുത്ത് നമ്മൾ ലക്ഷ്യം വെച്ചേക്കുന്നത് എന്തിലാണ്? ലിയോ. അപ്പോൾ ലിയോ ഹിറ്റാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ലിയോയുടെ പുതിയ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരില്ല, തിരിച്ച് വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ എന്തായാലും നമുക്കിനി ലിയോ വൈറലായതിനു ശേഷം ഇവിടെ കണ്ടുമുട്ടാം. വിവേക് നിയമത്തോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.